നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഒരു കഥയാണ്. എലിയുടെ കഥ, എലിസബത്തിയുടെ. അമേരിക്കയിലെ ഒരു ഹോസ്പിറ്റലിലെ കുട്ടികളുടെ വാർഡ്. പല അസുഖങ്ങളും പിടിപെട്ട് ക്ഷീണിച്ച് കിടക്കുന്ന കുട്ടികളാണ് അവിടെ. ചില കുട്ടികൾ വേദന കൊണ്ട് കരയുകയാണ്. അപ്പോൾ അതാ വരുന്നു ഒരു കോമാളി. കുട്ടികൾ ഉഷാറായി. കോമാളി കാണിച്ച തമാശകൾ കണ്ട് കുട്ടികൾ ആർത്തു ചിരിച്ചു. വേദനയും കരച്ചിലുമൊക്കെ പമ്പ കടന്നു. കോമാളി പോക്കറ്റിൽ നിന്നും ഒരു ടെലസ്കോപ്പ് എടുത്ത് ഓരോ കുട്ടികളായി പരിശോധിക്കാൻ തുടങ്ങി. ആ കോമാളി ഒരു ഡോക്ടറാണെന്ന് അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. പാച്ച് ആദംസിൽ നിന്നും പ്രവചനം ഉൾക്കൊണ്ട രസിക ചികിത്സാരീതികൾ ആയിരുന്നു. ഇറ്റലിക്കാരിയായ എലിസബറ്റ ഡാമി എന്ന വനിതയും ഡോക്ടറെക്കുറിച്ച് അറിഞ്ഞു. ആള് കൊള്ളാലോ എന്ന് അവർക്ക് തോന്നി. എലിസബറ്റ ഒഴിവു സമയങ്ങളിൽ കുട്ടികളുടെ ഹോസ്പിറ്റലിൽ ചെല്ലുമായിരുന്നു. കുട്ടികളെ സഹായിക്കാനും ആശ്വസിപ്പിക്കാനുമായിരുന്നു വരുന്നത്. പാച്ച് ആദംസിൽ നിന്നും പ്രവചനം ഉൾക്കൊണ്ട് എലിസബറ്റ ഒരു കാര്യം തീരുമാനിച്ചു. കുട്ടികൾക്ക് നല്ല തമാശ കഥകൾ കൂടി പറഞ്ഞു കൊടുക്കണം. എലിസബറ്റയ്ക്ക് അതത്ര വലിയ വിഷമമുള്ള കാര്യമൊന്നുമില്ലായിരുന്നു. കാരണം എന്താ, അവരുടെ അച്ഛൻ പിയോറ ഡാമി ഒരു ബുക്ക് പബ്ലിഷറായിരുന്നു. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള രസികൻ പുസ്തകങ്ങൾ ആയിരുന്നു പിയോറ എഡിറ്റോറിയൽ എന്ന കമ്പനി പുറത്തിറക്കിയിരുന്നത്. 1958 ഇറ്റലിയിലെ മിലൻ എന്ന നഗരത്തിലായിരുന്നു എലിസബറ്റ ഡാമി ജനിച്ചത്. കുട്ടിക്കാലം മുതൽ പുസ്തകങ്ങളുടെ നടുവിലായിരുന്നു എലിസബറ്റയുടെ ജീവിതം. പുസ്തകങ്ങൾ വായിച്ച് അവർ കഥയെഴുത്ത് തുടങ്ങിയിരുന്നു. എഴുത്തിന് പുറമെ എലിസബറ്റയ്ക്ക് ചില വിനോദങ്ങളുണ്ടായിരുന്നു. പ്രധാനം യാത്രയായിരുന്നു. പുസ്തക കച്ചവടത്തിൻ്റെ ഭാഗമായി പല രാജ്യങ്ങളിലും അച്ഛനോടൊപ്പം യാത്ര ചെയ്യുമായിരുന്നു തുടക്കം. പിന്നീട് സ്വന്തമായി യാത്രയും തുടങ്ങി. പ്രകൃതി മനോഹരമായ ഇടങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് അവർക്കേറെ ഇഷ്ടമായിരുന്നു. ഒഴിവു സമയങ്ങളിൽ ഹോസ്പിറ്റലിൽ പോയി കുട്ടികളുമായി ചെലവഴിക്കും. കുട്ടികൾക്ക് നല്ല കഥ ഉണ്ടാക്കി പറയാനും തുടങ്ങി. ദ ന്യൂ മൗസ് സിറ്റിയിലെ എലികളുടെ ദ്വീപിൽ താമസിക്കുന്ന ജെറോനിമോ സ്റ്റിൽറ്റോനായിരുന്നു എലിസബറ്റയുടെ കഥയിലെ പ്രധാന കഥാപാത്രം. ജെറോനിമോയുടെയും കൂട്ടരുടെയും സാഹസങ്ങളുടെ കഥ കേട്ട് കുട്ടികൾ ആർത്തു ചിരിച്ചു. ഓരോ ദിവസവും പുതിയ ജെറോനിമോ കഥകൾക്കായി കുട്ടികൾ ആകാംക്ഷയോടെ കാത്തിരുന്നു. ഇതിനിടെ എലിസബറ്റ ജെറോനിമോ സ്റ്റിൽറ്റോൻ്റെ കഥ എഴുതി തുടങ്ങിയിരുന്നു. വൈകാതെ കഥ പ്രസിദ്ധീകരിച്ചു. ജെറോനിമോ കുട്ടികൾക്കിടയിൽ ഹിറ്റായി. ഇത് കേട്ടറിഞ്ഞ് പല രാജ്യങ്ങളിലെ പുസ്തക പ്രസിദ്ധീകർ മുന്നോട്ട് വന്നു. അങ്ങനെ ഇറ്റലിക്ക് പുറത്തേക്കും ജെറോനിമോ യാത്ര തുടങ്ങി. 28 ഭാഷകളിൽ ഇതുവരെ വിവർത്തനം ചെയ്യപ്പെട്ടു. കോടിക്കണക്കിന് കോപ്പികളാണ് ലോകമെമ്പാടും വിറ്റഴിയുന്നത്. ആനിമേഷൻ പരമ്പരകളും പ്രദർശിപ്പിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും എഴുത്തിലും യാത്രയിലുമൊക്കെ അടിച്ചു പൊളിച്ച് കഴിയുകയാണ് എലിസബറ്റ. വേദനിക്കുന്ന കുട്ടികൾക്കായി കഥ പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൊണ്ട് നേടിയ വിജയമാണ് എലിസബറ്റയുടേത്. എഴുത്തിനു പുറമെ സാഹസങ്ങളിലും ഏറെ ഇഷ്ടപ്പെടുന്ന ആളാണ് എലിസബറ്റ ഡാമി. മരുഭൂമിയിലൂടെ മാരത്തോൺ ഓടിക്കുക, ദുർഘടമായിട്ടുള്ള പർവ്വത പ്രദേശങ്ങളിൽ ട്രാക്കിംഗ് നടത്തുക തുടങ്ങിയവയായിരുന്നു എലിസബറ്റ ഡാമിയുടെ വിനോദങ്ങൾ. നിങ്ങൾക്കെല്ലാവർക്കും എലിസബറ്റയുടെയും പിന്നെ എലിയുടെയും ഈ കഥ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പം നല്ല നല്ല കഥകൾ കേൾക്കാനും പിന്നെ മെഡിറ്റേഷൻ്റെയും യോഗയുടെയൊക്കെ കാര്യങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടും നിങ്ങളെൻ്റെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കഴിയുമെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് മറ്റൊരു ദിവസം കാണാം. അതുവരെ ബായ്.